الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ويا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. വളരെയേറെ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളമാകുന്ന അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, ആ അനുഗ്രഹം ഒരു അനുഗ്രഹമായി കൊണ്ട് വർഷിച്ചിട്ട് എത്രയോ മാസങ്ങളായി എന്ന് നമുക്കറിയാം. മഴ എന്നുള്ളത് താരതമ്യേന കുറയുകയും ചൂട് എന്നുള്ളത് താരതമ്യേന കൂടുകയും ചെയ്ത വലിയ പ്രയാസത്തിൻ്റെ ഒരു സമയത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ നമ്മൾ പരിശോധന നടത്തി പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ എന്നുള്ളതിനെ വലിയ അനുഗ്രഹമായി കൊണ്ട് മനുഷ്യർക്ക് ഇറക്കിത്തരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 21-22 വചനങ്ങൾ നമുക്കൊക്കെ മനഃപ്പാഠമുള്ള 2 ആയത്തുകളാണ്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം, എങ്കിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് ആ റബ്ബ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തി തന്നത്. ആ 7 ആകാശങ്ങളെ ഒരു മേലാപ്പ് പോലെ അള്ളാഹു സംവിധാനിച്ചു തന്നു. ഭൂമിയെ അള്ളാഹു ഒരു വിരിപ്പാക്കി മനുഷ്യർക്ക് ജീവിക്കുവാൻ ആവശ്യമായ രൂപത്തിൽ ഭൂമിയുടെ ഘടനയെ അള്ളാഹു തിട്ടപ്പെടുത്തി തന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഅൻസല മിനസ് സമാഇ മാഅൻ. എന്നിട്ട് ആകാശത്തു നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മഴവെള്ളത്തെ നിങ്ങൾക്ക് ഇറക്കി തന്നു.
ആ മഴവെള്ളത്തിലൂടെ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് തമറാത്തി റിസ്ഖൻ ലക്കും, എന്നിട്ട് ആ മഴവെള്ളത്തിലൂടെ ഭൂമിയിൽ നിന്നും സസ്യലതാദികളെ, കായ്ക്കനികളെ, ഫലവൃക്ഷങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തേക്ക് കൊണ്ടുവന്നു. എന്തിനാണ്? റിസ്ഖൻ ലക്കും, മനുഷ്യരെ നിങ്ങൾക്ക് ഉപജീവനമായിക്കൊണ്ട്, നിങ്ങൾക്ക് ഭക്ഷണമായിക്കൊണ്ടാണ്. മഴ എന്നുള്ളതിനെ വലിയ ഒരു അനുഗ്രഹമായി, ആകാശഭൂമികളെ സൃഷ്ടിപ്പിന്റെ ദൈവികത്വം പോലെ, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ ദിവ്യത്വം പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ചിന്തിക്കുവാനും മനുഷ്യരോട് ഉറ്റാലോചിക്കുവാനും അങ്ങനെ തൻ്റെ റബ്ബിലേക്ക് അടുക്കുവാനുമുള്ളൊരു പ്രതിഭാസമായിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ മഴ എന്നുള്ള വലിയ അനുഗ്രഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആന്റെ ഒരുപാട് ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക്, ഒരു ദിവസം ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ആ വെള്ളത്തെ ഇരുണ്ട് മൂടിയ കാർമേഘങ്ങളിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വെള്ളത്തെ വർഷിപ്പിച്ചു തരുന്നത്, ഇറക്കി തരുന്നത് ആരാണ്? അല്ലാഹുവാണോ? അതല്ല മനുഷ്യരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ദൈവങ്ങളാണോ എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ അവസാന ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചില്ലേ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തെ എങ്ങാനും ഒരിടത്ത് ഒളിപ്പിച്ചു വെച്ചാൽ അതിനെ പുറത്തു കൊണ്ടുവരാൻ അല്ലാതെ വേറെ ആരാളുള്ളതെന്നാ. അങ്ങനെ വെള്ളത്തെക്കുറിച്ച്, ജലം എന്നുള്ളത് വലിയ ഒരു അനുഗ്രഹമായി ജീവിതത്തിന്റെ, ഒരു മനുഷ്യന്റെ ജീവന്റെ, ഈ ഭൂമിയിൽ അല്ലാഹു സൃഷ്ടിച്ച ഒരു ജീവിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാകുന്ന വെള്ളം എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായി കൊണ്ടാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ആ മഴ തടയപ്പെടാനുള്ള കാരണങ്ങൾ എന്താണ്? നമുക്കറിയാം, കഴിഞ്ഞ ചില വർഷങ്ങളിൽ മഴ പെയ്യുന്നത് അതിന്റെ കൃത്യമായ കാലയളവിലല്ല, അതിന് കൃത്യമായി നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളിലോ അതിന് കൃത്യമായി നിശ്ചയിച്ച അളവുകളിലോ തോതിലോ അല്ല മഴ വർഷിക്കുന്നത്. എന്തുകൊണ്ടാണ് മഴ അങ്ങനെ ഒരു പരീക്ഷണമായി വരുന്നത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട സമയത്ത് മനുഷ്യർക്ക് നൽകാതെ പിടിച്ചു വെക്കാനുള്ള കാരണങ്ങൾ എന്താണ്? വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമ്മൾ പഠിക്കുമ്പോൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ചില ഇടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരാൻ, നിങ്ങൾക്ക് മഴ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇന്ന സ്വഭാവമുള്ളവരാകണം, ഇന്ന ശ്രേഷ്ഠതകൾ വിശ്വാസികളിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ കാരണം എന്താ? മഴ തടയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, വിശ്വാസികളെ നിങ്ങൾ പാപമോചനം തേടുന്നത് കുറഞ്ഞാൽ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നതും ഇസ്തിഗ്ഫാർ നടത്തുന്നതും വിശ്വാസികളിൽ നിന്നും താരതമ്യേന അതിന്റെ അളവ് കുറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് മഴയെ തടഞ്ഞു വെക്കുമെന്നാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് തന്റെ ജനങ്ങളെ ഉപദേശിച്ച ഒരു ഉപദേശം സൂറത്തു നൂഹിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് ഉപദേശിച്ച ഒരു ഉപദേശമാണ്. എന്ന് അദ്ദേഹം പറഞ്ഞത്, യാ ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും, പൊന്നു ജനങ്ങളെ, എന്റെ സമുദായമേ, സമൂഹമേ, ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളില്ലേ, ആ തെറ്റുകുറ്റങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തണം. ഇന്നഹു കാന ഗഫാറ, നിശ്ചയമായും അല്ലാഹു എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. എന്നിട്ട് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം പറയാൻ, നിങ്ങൾ അങ്ങനെ ഇസ്തിഗ്ഫാർ നടത്തിയാൽ, പടച്ചറപ്പിലേക്ക് പാപമോചനം നടത്തിയാൽ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് നിങ്ങൾ അടുക്കാൻ തയ്യാറായാൽ, ആകാശത്ത് നിന്നും വിഭവസമൃദ്ധമായ മഴ അള്ളാഹു നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരുന്ന. മഴ തടയാനുള്ള ഒന്നാമത്തെ കാരണം നമ്മളിൽ നിന്നും പാപമോചനങ്ങൾ കുറഞ്ഞുപോയി എന്നുള്ളതാണ്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാം തന്റെ സമുദായത്തെ ഉപദേശിച്ച ഉപദേശം അതാണ്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. വിശ്വാസികളെ, പടച്ച റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കോ, അള്ളാഹുവിനോട് നിങ്ങൾ തൗബ ചെയ്തോ. ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ പടച്ച റബ്ബിനോട് ഏറ്റുപറയാൻ മനുഷ്യ നീ സമയം കണ്ടെത്തിയാൽ, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, ആകാശത്ത് നിന്നും വിഭവസമൃദ്ധമായ അനുഗ്രഹത്തിന്റെ മഴ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വർഷിപ്പിച്ചു തരുമെന്നാണ്. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം അദ്ദേഹം തന്റെ ജനതയോട് പറഞ്ഞൊരു വാക്ക് സൂറത്ത് ഹൂദിന്റെ 52-ാമത്തെ വചനം,
അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. വയാ ഖൗമിസ്തഗ്ഫിറൂ റബ്ബക്കും. മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് നൽകുന്ന ഒരു ഉപദേശമാണ്. വയാ ഖൗമിസ്തഗ്ഫിറൂ റബ്ബക്കും. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം കേട്ടോ. നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം കേട്ടോ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനാകുന്ന ഹൂദ് നബി പറയുകയാണ്, സുമ്മ തൂബു ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറൻ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും വലാ തതവല്ലൗ മുജ്രിമീൻ. അങ്ങനെ നിങ്ങൾ പടച്ച റബ്ബിലേക്ക് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയുകയാണെങ്കിൽ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ, നിങ്ങൾ തൗബ ചെയ്യുകയാണെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, വിഭവസമൃദ്ധമായ മഴ നിങ്ങൾക്ക് അല്ലാഹു വർഷിപ്പിച്ചു തരും. വയസിദുക്കും ഖുവ്വതൻ, നിങ്ങൾക്ക് അല്ലാഹു ശക്തി അധികരിപ്പിച്ചു തരും. ആർക്കെതിരെ? ഇലാ ഖുവ്വതിക്കും, നിങ്ങളുടെ ശത്രുക്കൾക്കെതിരെ മനക്കരുത്ത്, മനോധൈര്യം, ഒരു ഈമാനികമായ ഊർജം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുമെന്നാണ്. വലാ തതവല്ലൗ മുജ്രിമീൻ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്? കുറ്റവാളികളായിക്കൊണ്ട് ഈ വിഷയത്തിൽ നിന്നും മുഖം തിരിഞ്ഞ് കളയരുത് എന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം തൻ്റെ ജനങ്ങളെ ഉപദേശിക്കുക നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പല നാടുകളിലും മഴയ്ക്ക് വേണ്ടിയിട്ട് നിസ്കാരങ്ങൾ നടന്നു. പല നാടുകളിലും മഴ നല്ല രൂപത്തിൽ പെയ്തു. പല നാടുകളിലും ഇപ്പോഴും മഴ കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. നമ്മളൊക്കെ നാടുകളിൽ, നമ്മളൊക്കെ വീടുകളിൽ കിണറുകൾ വറ്റി വരണ്ടു. എല്ലാവരും സൗജന്യ കുടിവെള്ള വിതരണത്തിന് വേണ്ടി കുടവും പാത്രമൊക്കെ ആയിട്ട് വരി നിൽക്കാൻ രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സേവകരൊക്കെ നടത്തുന്ന ആ കുടിവെള്ള വിതരണത്തിന് വേണ്ടിയിട്ട് വീട്ടിലെ ഓരോരുത്തരും വലിയ പാത്രങ്ങളെടുത്ത് റോഡിന്റെ സൈഡിലൊക്കെ വരി നിൽക്കുകയാണ് വെള്ളത്തിന് വേണ്ടി. വെള്ളം കിട്ടാനുള്ള ഒന്നാമത്തെ മാർഗം പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിക്കൊന്ന, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തോ എന്ന്. നമ്മളൊക്കെ നോമ്പില് ആ റമദാൻ മാസത്തിൽ ഇഷ്ടം പോലെ ഇസ്തിഗ്ഫാർ നടത്തിയ ആളുകളാണ്. പക്ഷെ ആ നോമ്പ് കഴിഞ്ഞതോടുകൂടെ ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ നമുക്കും ക്ഷീണം വന്നോ എന്നുള്ളത്, ഈ ചൂടിന്റെ ആധിക്യത്തിൽ ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ ഞാനും നിങ്ങളും പിന്നോട്ട് പോയോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ടാണ് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മഹാനായ ഹൂദ് നബിയും തന്റെ സമുദായങ്ങൾ ഉപദേശിച്ച ഉപദേശത്തിൽ അള്ളാഹിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ, പടച്ച റബ്ബിനോട് നിങ്ങൾ തൗബ നടത്തുകയാണെങ്കിൽ, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും എന്ന് പഠിപ്പിച്ചിരുന്നു. ഒന്നാമത്തെ കാരണത. ഇനി രണ്ടാമത്തത്, ദീനിൽ ഉറച്ചു നിൽക്കാതിരുന്നാൽ, മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെട്ടാൽ, ദീനിന് പ്രാധാന്യം കൊടുക്കേണ്ടിടത്ത് പ്രാധാന്യം കൊടുക്കാതിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പിടിച്ചു വെക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു ജിന്നിന്റെ 16 മുതലുള്ള ആയത്തുകൾ. വല്ലവിസ്തഖാമു അല ത്വരീഖത്തി ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ. അല്ലാഹു പറയാ, നിങ്ങൾ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ഇസ്തിഖാമത്തോടു കൂടെ നിലനിന്നിട്ടില്ലെങ്കിൽ, നേരായ മാർഗത്തിൽ, ചൊവ്വായ മാർഗത്തിൽ, ദൃഢനിശ്ചയത്തോടു കൂടെ, ദൃഢവിശ്വാസത്തോടു കൂടെ, വിശ്വാസത്തിന്റെ വിഷയത്തിൽ, ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിന്നിട്ടില്ലെങ്കിൽ, അങ്ങനെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ധാരാളമായി വെള്ളം നിങ്ങളെ ഞാൻ കുടിപ്പിക്കുന്ന. അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഇന്നത്തെ ആധുനിക തലമുറ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം, എവിടെയൊക്കെ ദീനിനെ തരം താഴ്ത്താൻ പറ്റുമോ അവിടെയെല്ലാം ദീനിനെ തരം താഴ്ത്തുകയാണ് മുസ്ലിമീങ്ങൾ. കുടുംബത്തിന്റെ വിഷയത്തിൽ, വൈവാഹിക ജീവിതത്തിൽ, കുടുംബത്തിൽ ഒരു പരിപാടികൾ ഉണ്ടാകുമ്പോൾ, സന്തോഷം വരുമ്പോ, സങ്കടം വരുമ്പോ, വിശ്വാസപരമായി മനുഷ്യൻ എവിടെയൊക്കെ അപജയിച്ചു പോകുന്നോ, അതല്ലെങ്കിൽ മനുഷ്യൻ ദീനും ദുനിയാവും മുമ്പിൽ വെച്ചുകൊണ്ട് ദീന് വേണോ ദുനിയാവ് വേണമെന്ന് ചോദിക്കുമ്പോ ദീനിനെക്കാട്ടിലും പ്രാധാന്യം ദുനിയാവിന് നൽകുന്ന ഒരു കാലഘട്ടം. അള്ളാഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മഴ ഞാൻ പിടിച്ചു വെക്കട്ടോന്ന. നേരെ മറിച്ച് പടച്ച റബ്ബിന്റെ ദീന് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, ദുനിയാവ് വേണോ ദീന് വേണോ എന്ന് നമ്മളോട് ചോദിച്ചാൽ രണ്ടാമത് ആലോചിക്കാതെ എനിക്ക് ദീന് മതി എന്ന് പറയുന്നിടത്തേക്ക് മുസ്ലിം സമുദായം എന്നെത്തിയാൽ നല്ല നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന മഴ, വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകുന്ന, കുടിക്കാൻ നൽകുന്ന സിഖായത്താണ് കുടിക്കുക. ഹാജിമാർക്കൊക്കെ സിഖായത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അവിടെ വരുന്ന ഹജ്ജിന് വരുന്ന അള്ളാഹുവിന്റെ അതിഥികളായ ആളുകൾക്ക് സംസം വെള്ളം കുടിക്കാൻ കൊടുക്കുക, സിഖായത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സിഖായത്ത് വിശ്വാസികൾക്ക് നൽകുന്ന. എപ്പോ? ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം, മതത്തിന്റെ വിഷയത്തിൽ ഉറച്ചു നിൽക്കണം. സാമ്പത്തികമായ മേഖലകൾ,
കുടുംബപരമായ മേഖലകൾ, വൈവാഹിക ജീവിതങ്ങൾ, അതേപോലെ തന്നെ സാമൂഹിക ജീവിതങ്ങൾ, രാഷ്ട്രീയ ജീവിതം എന്ന് വേണ്ട ഒരു മനുഷ്യൻ ഇടപെടുന്ന മുഴുവൻ കാര്യങ്ങളിലും, മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വെള്ളം നൽകുമെന്നാണ്. ലിനഫ്തിനഹും ഫീഹി വമൻ യുഗ്രിദ് അൻ ദിക്രി റബ്ബിഹി യസ്ലുകുഹു അദാബൻ സഅദാ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, ആ പരീക്ഷ ഉണ്ടല്ലോ, അതുണ്ടല്ലോ, അതൊരു വലിയ പരീക്ഷണമാണ്. വെള്ളം ലഭിക്കാതെ നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെള്ളം തടഞ്ഞു വെക്കുക എന്നുള്ളത് ഒരു വലിയ പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരികയാണ്. വെള്ളം കിട്ടാതിരിക്കുക എന്നുള്ള വലിയ പരീക്ഷണമാണ്. ആ വെള്ളം നിങ്ങൾക്ക് കിട്ടണോ എങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നോളിന. വിശ്വാസപരമായി, കർമ്മപരമായി, അനുഷ്ഠാനപരമായി എല്ലാ കാര്യത്തിലും അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വെള്ളം നൽകും എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണമെന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിന്റെ 96-ാമത്തെ വചനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നാട്ടുകാരെ കുറിച്ച്, രാജ്യത്തെ ആളുകളെ കുറിച്ച് നമുക്ക് ഉപമ പറഞ്ഞു തരാൻ. എന്താ അള്ളാഹു പറയുന്നത്? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ. ഒരു നാട്ടിലെ ആളുകൾ, അഹ്ലുൽ ഖുറാ, ഒരു ഗ്രാമത്തിൽ, ഒരു രാജ്യത്തിൽ, ഒരു സമൂഹത്തിൽ, ഒരു സമുദായത്തിന്റെ ആളുകൾ, ആളുകൾ പ്രത്യേകത എന്താ? ആമനു, അവർ വിശ്വസിച്ചവരായിരുന്നു. വത്തഖൗ, അവർ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരാ. പടച്ച റബ്ബിന്റെ നിയമങ്ങളും പടച്ച റബ്ബിന്റെ നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പാലിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എല്ലാ ഭാഗങ്ങളിലൂടെയും അവർക്ക് നാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്തു. എല്ലാ ആകാശത്തു നിന്നുള്ള അനുഗ്രഹം എന്താ? മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ചു, അത് മഴയാൻ. അവർക്കുള്ള വെള്ളം മഴയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇറക്കി കൊടുത്തു. അതേപോലെ തന്നെ ഭൂമിയിൽ നിന്നും അവർക്കുള്ള ഉപജീവനങ്ങൾ കിട്ടിക്കൊണ്ടേയിരുന്നു. എന്താ അവർ ചെയ്തത്? ആമനു വത്തഖൗ, അവർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൂക്ഷ്മതയുള്ളവരായി തീരുകയും ചെയ്തു എന്ന കാരണം കൊണ്ടാണ്. എന്നിട്ട് അല്ലാഹു പറയാ, വലാകിൻ കദ്ദബു ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. എന്നാൽ പടച്ച റബ്ബിനെ വിശ്വസിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് പടച്ച റബ്ബിനെ ഭയഭക്തിയോടുകൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച ആ നാട്ടുകാരുണ്ടല്ലോ, അവർക്ക് ഞാൻ ആകാശത്തിലൂടെയും ഭൂമിയിലൂടെയും സകല അനുഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടുകാർക്ക് ഇറക്കിക്കൊടുത്തു. പക്ഷേ വലാകിൻ കദ്ദബു, എന്നാൽ അവർ ആ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചപ്പോ, പടച്ച റബ്ബിനെ കളവാക്കിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, ഞാൻ അവർക്ക് നൽകിയതൊക്കെ ഞാൻ അവരിൽ നിന്നും പിടിച്ചെടുത്തു. ആകാശത്തുനിന്ന് മഴവെള്ളം വർഷിപ്പിച്ചത് അല്ലാഹു തടഞ്ഞു വെച്ചു. ഭൂമിയിൽ നിന്നും സസ്യലതാദികൾ മുളപ്പിക്കുന്നത് അല്ലാഹു തടഞ്ഞു വെച്ചു. എന്റെ അവർ ചെയ്ത തെറ്റ്? വലാകിൻ കദ്ദബു, ദീനിനെ അവർ കളവാക്കി, മതത്തെ അവർ നിഷേധിച്ചു. പടച്ച റബ്ബിനെ ഭയപ്പെടേണ്ടത് പ്രകാരം ഭയപ്പെട്ടില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് പ്രകാരം സൂക്ഷിച്ചില്ല. ജീവിതത്തിന്റെ രഹസ്യ പരസ്യ ജീവിതത്തിൽ പടച്ച റബ്ബിനെ സൂക്ഷിക്കേണ്ടത് പ്രകാരം, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിക്കേണ്ടത് പ്രകാരം ഒരു പാലിച്ചില്ല. അപ്പൊ ആ സമുദായത്തിൽ നിന്ന് അള്ളാഹ് ആകാശ ഭൂമികളിലൂടെ നൽകിയിരുന്ന സകല അനുഗ്രഹങ്ങളും അള്ളാഹ് തിരികെ പിടിച്ചെടുത്തു. അപ്പൊ തഖ്വയുള്ള ജീവിതം നയിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചു കൊടുക്കുമെന്നാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തൗബ, പാപമോചനം അധികരിപ്പിക്കുക. രണ്ടാമത്തേത്, ജീവിതത്തിൽ തഖ്വയുള്ളവരാകുക. ദീന് വിട്ടിട്ടൊരു കളി നമ്മൾ ഉണ്ടാവരുത്. ദീന് മാറ്റി വെച്ചിട്ട് ദുനിയാവിന് വേണ്ടിയിട്ട് ദീനിനെ മാറ്റി വെക്കുക, ഇത് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുനാഫിക്കുകളുടെ അടയാളമായി കൊണ്ടുപറഞ്ഞ സംഗതിയാണ്. എന്തെങ്കിലും ഒരു ഔദാര്യം കിട്ടുന്ന കണ്ടാല് ഒരു മുട്ടിലെഴിഞ്ഞിട്ടാണെങ്കിലും പള്ളിക്ക് പോയി. ഞാൻ റമദാനിൽ ആ ഹദീസ് വിശദീകരിച്ചതാണ്. എന്തെങ്കിലും ഒരു ഔദാര്യം പള്ളിക്കെന്ന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാല് അന്ന് അങ്ങോട്ട് മുട്ടിലെഴിഞ്ഞിട്ടാണെങ്കിലും ഒരു പള്ളിയിൽ വരുന്ന എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നേട്ടം ദീന് കൊണ്ട് വേണം ദുനിയാവിൽ, എന്നാലേ ദീനുള്ളൂ. അല്ലെങ്കിൽ ദീനില്ല. കുടുംബത്തിൽ വിവാഹം നടക്കുമ്പോ ആ വിവാഹം 100% മതപരമായ ഒരു ചടങ്ങാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ?
കുടുംബത്തിലെ സന്തോഷവേള വരുമ്പോൾ ആ സന്തോഷത്തിന്റെ വേളയെ 100% ദീനിയായ ബോധത്തോടു കൂടെ മതപരമായ ചിട്ടയോട് കൂടെ നടത്താൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിട്ടുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ അത് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ എന്ന വലിയ അനുഗ്രഹത്തെ ഈ സമുദായത്തിന്റെ, ഈ സമൂഹത്തിന്റെ, രാജ്യത്തിന്റെ, ലോകത്തിന്റെ മേൽ പിടിച്ചു വെച്ചു എന്നർത്ഥം. നമ്മൾ കാരണത്താൽ മഴ നിന്നുക. പ്രിയപ്പെട്ടവരെ, ദീനിന് പ്രാധാന്യം കൊടുക്കണം. എവിടെയാണെങ്കിലും, ഏത് മേഖലയിലാണെങ്കിലും. ഇന്ന ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോൾ ആ കാര്യങ്ങൾ ദീനിനെതിരാണോ എങ്കിൽ എനിക്ക് ജോലി വേണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇന്ന ബന്ധങ്ങൾ എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ഇന്ന വഴികളിലൂടെ സഞ്ചരിക്കണമെന്നാണെങ്കിൽ ആ ബന്ധം എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ ദീനാവരുതെന്ന് പറയാൻ പ്രിയപ്പെട്ട നമ്മൾ ചെയ്യാറാകണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅസ്ഖൈനാഹും മാഅൻ ഗദഖ, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകുമെന്ന്. തഖ്വയുള്ളവരായിട്ട് മാറണം. ഇനി മൂന്നാമത്തേത്, ദാനധർമ്മം കൊടുക്കുന്നത് കുറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ തടഞ്ഞു വെക്കുന്ന. സക്കാത്ത് കൊടുക്കൽ, സ്വതക്ക കൊടുക്കൽ നമ്മളിൽ നിന്നും സലാം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു മഴയെ തടഞ്ഞു വെക്കുന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, അഖ്ബറ അലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പ്രവാചകൻ അവിടുന്ന് പറയാൻ, ഫഖാൽ യാ മഅ്ശറൽ മുഹാജിരീൻ ഖംസുൻ ഇദ് ബുതുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്രികൂഹുന്ന. റസൂലുള്ളാഹി 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടും. ആ 5 കാര്യങ്ങളിൽ നിന്നും, ആ 5 കാര്യങ്ങൾ നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ നിന്നും ഞാൻ പടച്ചവനോട് ശരണം ചോദിക്കുന്നു. അത്രയും ഭയാനകരമായ 5 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിങ്ങനെ വിശദീകരിച്ചപ്പോൾ, ഒന്നാമത്തേത് തൂക്കവും അളവും കൃത്യമായിട്ടാക്കണം. ഒന്നാമത്തെ തൂക്കവും അളവും കൃത്യമായിട്ട് നിങ്ങൾ ആക്കണം. അളവിനും തൂക്കത്തിലും നിങ്ങൾ കൃത്രിമത്വം കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ കച്ചവടത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ തട്ടിപ്പ് നടത്തിയാൽ നിങ്ങൾക്ക് ഒരു ദുഷിച്ച കാലവും പട്ടിണിയും നിങ്ങൾക്ക് വന്നെത്തുമെന്നാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമത്വം കാണിച്ചാലേ അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക, ഇങ്ങോട്ട് വാങ്ങുമ്പോൾ അളവിൽ കൂടുതൽ വാങ്ങുക. ഇത് 2 സമമാകാതിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് ദുഷിച്ച കാലമാണ്, നിങ്ങൾക്ക് പട്ടിണി വരും, ക്ഷാമം വരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. രണ്ടാമത്തെ എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, നിങ്ങൾ രണ്ടാമത്തെ വിഷയം അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചത് അശ്ലീലതകൾ സമൂഹത്തിൽ വ്യാപിക്കുമെന്നാണ്. ആ അശ്ലീലതകൾ സമൂഹത്തിൽ വ്യാപിച്ചാൽ പ്ലേഗ് പോലെയുള്ള മാറാരോഗങ്ങൾ, പ്ലേഗ് പോലെയുള്ള പകർച്ചവ്യാധികൾ സമൂഹത്തെ പിടികൂടുമെന്നാണ്. തോന്നിവാസങ്ങൾ അധികരിച്ചാലേ ഇന്ന് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന തോന്നിവാസങ്ങൾ ഏതെല്ലാം നിരക്ക? ലിബറലിസത്തിന്റെയും പുരോഗമനത്തിന്റെയും പേരിൽ ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗികത പോലും പരസ്യമായി ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ പ്ലേഗ് പോലെയുള്ള മാറാവ്യാധികൾ, പകർച്ചവ്യാധികൾ ലോകത്ത് പടർന്നു പന്തലിക്കുന്ന. രണ്ടാമത്തേതാ. മൂന്നാമത്തേത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്റ മിനസ് സമാ. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന് സകാത്ത് കൊടുക്കുന്നതും സ്വതക്ക നിർവഹിക്കുന്നതും നിങ്ങൾ തടഞ്ഞു വെച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇല്ലാ മുനിഉ അൽ ഖത്റ മിനസ് സമാ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചത് അല്ലാഹു തടഞ്ഞു വെക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനോട് ചേർത്തി പറഞ്ഞൊരു വാക്കുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയോ? വലൗലൽ ബഹായിമു ലം യുംതറു. ഈ ലോകത്ത് കന്നുകാലികളില്ലായിരുന്നെങ്കിൽ അല്ലാഹ് തീരെ മഴ നിങ്ങൾക്ക് തരൂലാന്നാ. ഇപ്പൊ പെയ്ത മഴ നമ്മളെ ബർക്കത്തോണ്ടല്ല എന്നർത്ഥം. ഇപ്പൊ പെയ്ത മഴ നമ്മളൊക്കെ ഈ പറഞ്ഞ 3 ഗുണങ്ങളും എന്നിലും നിങ്ങളിലും തുളുമ്പി നിൽക്കുന്നത് കൊണ്ട് അല്ലാഹ് ഇഷ്ടപ്പെട്ട് തന്നതാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് കഴിയോ? വലൗലൽ ബഹായിം, നമ്മളെ വീട്ടിലുള്ള കന്നുകാലികളിലെ ആടും അതേപോലെ തന്നെ പശുവും പോത്തും കന്നുകാലികൾ വർഗത്തിൽ ആ ആടുമാടുകളില്ലേ, ആ ആടുമാടുകളില്ലായിരുന്നുവെങ്കിൽ അല്ലാഹ് തീരെ മഴ നിങ്ങൾക്ക് തരൂലാന്നാ. അപ്പൊ ആലോചിച്ച് നോക്ക്, ആ കന്നുകാലികൾ ചത്തുപോകണ്ട വിചാരിച്ചിട്ട് അല്ലാഹ് ഇറക്കി തന്ന മഴയാണ്. അതെപ്പോഴാണ് നമ്മളെ ബർക്കത്തുണ്ടാവുകയെന്നറിയോ? നിങ്ങൾ സകാത്ത് തടഞ്ഞു വെക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അല്ലാഹ് മഴ നൽകൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പറയാൻ, നിങ്ങൾ സകാത്ത് തടഞ്ഞു വെച്ചാൽ വലം യംനഉ സകാത അംവാലിഹിം ഇല്ലാ മുനിഉ അൽ ഖത്റ മിനസ് സമാ,
നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന് സക്കാത്ത് കൊടുക്കുന്നത്, ആ സമ്പത്തിൽ നിന്ന് സ്വതക്ക നൽകുന്നത് നിങ്ങൾ തടഞ്ഞു വെച്ചാൽ ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് അള്ളാഹു തടഞ്ഞു വെക്കും. വലൗലൽ ബഹാഇം, കന്നുകാലികളില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ രാത്രി പെയ്ത മഴ, അതല്ലെങ്കിൽ മിനിഞ്ഞാന്ന് പെയ്ത മഴ, അതൊരു പക്ഷേ നമ്മളെ ബർക്കത്തുണ്ടാകൂല. നമ്മൾ ചെയ്ത തിന്മകൾക്ക് ആ പാവം കന്നുകാലികൾ എന്ത് ചെയ്തിട്ട? നമ്മളെ കാരണത്താൽ മഴ തടഞ്ഞു വെച്ചാൽ ആ പാവപ്പെട്ട കന്നുകാലികൾ ചത്തൊടുങ്ങി പോകുമോ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ് ഇറക്കി കൊടുത്ത മഴയാണ്. നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന് സക്കാത്ത് കൊടുക്കണം നിർത്തിവെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെയും പിടിച്ചു വെക്കുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ്, വിശുദ്ധ ഖുർആന്റെ ആയത്തുകളാണ്, പ്രവാചകന്റെ ഹദീസുകളാണ്. ഞാനും നിങ്ങളും കാരണത്താലാണ് മഴ തടഞ്ഞു വെക്കുന്നത് എന്ന് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതി. ഒന്നാമത്തേത് ഇസ്തിഗ്ഫാർ കുറഞ്ഞിട്ടുണ്ടോ, തൗബ കുറഞ്ഞിട്ടുണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല മഴയെ തടഞ്ഞു വെക്കും. രണ്ടാമത്തേത് ദീനിന്റെ വിഷയത്തിൽ നമുക്കൊരു ഇസ്തിഖാമത്തില്ലെങ്കിൽ, ഉറച്ച നിലപാടില്ലെങ്കിൽ, ഉറച്ച വിശ്വാസമില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഴ തടഞ്ഞു വെക്കും. മൂന്നാമത്തേത് സ്വതക്കകളും സക്കാത്തുകളും കൊടുക്കുന്ന ആളുകൾ, കൊടുക്കേണ്ട ആളുകൾ അത് കൊടുക്കാതെ അത് പിടിച്ചു വെച്ചാൽ അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കാൻ തടഞ്ഞു വെക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിലേതെങ്കിലും നമ്മളുണ്ടോ മാറാൻ നമ്മൾ തയ്യാറാകണം. ഇസ്തിഗ്ഫാറുകൾ, തൗബകൾ അധികരിപ്പിക്കുക. ദീന്റെ വിഷയത്തിൽ ഗൗരവത്തോടു കൂടെ ദീനി കാര്യങ്ങളിൽ ഇടപെടാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സ്വതക്കകളും സക്കാത്തുകളും അത് കൃത്യമായിക്കൊണ്ട് നമ്മൾ നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ട് വാർത്തകൾ. ഒന്ന്, ഒരു സ്ത്രീ പ്രസവിച്ച തൻ്റെ കുഞ്ഞിനെ മണിക്കൂറുകൾ കഴിഞ്ഞ് കൊന്ന് ഫ്ലാറ്റിൽ നിന്ന് റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന വാർത്ത. രണ്ടാമത്തേത്, ഇന്നലെയോ മിനിഞ്ഞാന്നോ ആയിട്ട് കണ്ട ഒരു മകൻ അച്ഛനെ തല്ലി കൊന്നു എന്നുള്ള വാർത്ത. ഇത് ഓരോ വാർത്തകൾ വരുമ്പോഴും നമ്മളിതെങ്ങനെ ഖുതുബയിലും മറ്റൊക്കെ ആയിട്ട് ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ചും ഭയാനകതകളെക്കുറിച്ചൊക്കെ സംസാരിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യരിൽ നിന്നും സകലമാന ധാർമ്മികതയും നഷ്ടപ്പെട്ടു പോവുകയാണ് എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണ്. പരസ്പരം ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്ന അച്ഛനും മകനും തമ്മിൽ ചില കാര്യങ്ങൾക്ക് എന്തോ വാക്കുതർക്കമുണ്ടാകുന്നു. മകൻ അച്ഛനെ തല്ലി പരിക്കേൽപ്പിക്കുകയാണ്. ആ അച്ഛൻ സുഖമില്ലാതെ ആയി, ദിവസങ്ങൾ കഴിഞ്ഞ് എന്തോ ഒരു അസ്വസ്ഥത കാരണത്താൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി ചികിത്സ നടത്തുമ്പോൾ ആ അച്ഛൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ തകർന്ന അവസ്ഥയിലാണ്. ഒരു പെണ്ണ്, ഒരു സ്ത്രീ, ഒരു യുവതിയായ ഒരു സ്ത്രീ, അവൾ പ്രസവിക്കുന്നു. ആ പ്രസവിച്ച കൈക്കുഞ്ഞിനെ മണിക്കൂറുകൾക്കു ശേഷം കൊന്നിട്ട് അവർ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്നും താഴേക്ക് റോട്ടിലേക്ക് വലിച്ചെറിയുന്നു. രണ്ട് വാർത്തകൾ വളരെ നിസ്സാരമായി വായിക്കാൻ രസമുള്ള രണ്ട് വാർത്തകൾ. പക്ഷെ പലപ്പോഴും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അച്ഛനോടുള്ള അല്ലെങ്കിൽ ഉമ്മയോടുള്ള കടമകൾ തിരിച്ചറിയുമ്പോൾ, പ്രസവിച്ച മക്കളോടുള്ള കടമകൾ ഒരു ഉമ്മ മനസ്സിലാക്കുമ്പോൾ, ഒരു അച്ഛൻ മനസ്സിലാക്കുമ്പോൾ, അതല്ലെങ്കിൽ പരസ്പരം സഹോദരങ്ങൾ തമ്മിലുള്ള ബാധ്യതകളും കടമകളും അവർ തിരിച്ചറിയുമ്പോൾ, ഭാര്യയോടുള്ള കടമകൾ ഭർത്താവ് തിരിച്ചറിയുമ്പോൾ, ഭർത്താവിനുള്ള കടമകൾ ഭാര്യ തിരിച്ചറിയുമ്പോൾ, ഇങ്ങനെയൊക്കെ പരസ്പരമുള്ള മനസ്സിലാക്കൽ, തിരിച്ചറിയൽ, അതൊരു വലിയ ഘടകമാണ് എന്നുള്ളത് വീണ്ടും ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതില്ലാത്തടത്ത് പ്രശ്നങ്ങൾ ഒരുപാടുകളാണ്.
എത്രയെത്ര കുടുംബങ്ങളാണ് ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ട് ശിഥിലമാകുന്നത്. എത്രയെത്ര ബന്ധങ്ങളാണ് അല്ലറ ചില്ലറ സംസാരങ്ങൾ കൊണ്ട് മുറിഞ്ഞു പോകുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുമസയിൽ നമ്മളൊക്കെ വീട്ടിലുണ്ടാകും ചില ആളുകൾ എല്ലാ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഇടപെടും. ഒന്നിക്കേണ്ട കുടുംബത്തെ നമ്മളെ സംസാരം കൊണ്ട് അത് അങ്ങോട്ട് പുലർത്തി കൊടുക്കും. എത്ര ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളെ സമീപിച്ചത്. വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. അങ്ങനെ പരസ്പരം കുത്തുവാക്ക് പറയുന്ന അവഹേളിക്കുന്ന സകല മനുഷ്യർക്കും നാശം. ഓൻ ഏത് കാര്യത്തിൽ എന്തിനാണോ കുത്തുവാക്ക് പറഞ്ഞത് ആ കാര്യത്തിനടക്കം അത് എന്തിൻ്റെ പേരിലാണെങ്കിലും എങ്ങനെയൊക്കെ ഒന്ന് ഒട്ടിക്കാൻ നിൽക്കുക. അവിടെയൊക്കെ നമ്മൾ ഇടപെടുക. അത് പിന്നെ എങ്ങനെ ആവും? നമ്മൾ ഒട്ടിച്ചാൽ നിന്നത് നേരെ വിപരീത കോണക്കാ പിന്നെ പോവുക. എന്തേ? ഓൻ്റെ സംസാരം കൊണ്ടേക്കാരും ഓൻ്റെ പ്രവൃത്തി കൊണ്ടാ. എത്ര കുടുംബങ്ങളിലാ പ്രിയപ്പെട്ടവരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നത്. നിസാരമായ കാര്യങ്ങൾക്ക്, നിസാരമായ കാരണങ്ങൾക്ക് വേണ്ടി സ്വത്തിൻ്റെ പേരിൽ ഉപ്പ മരണപ്പെട്ടപ്പോൾ ആ ഉപ്പയുടെ സമ്പത്തിന്റെ പേരിൽ സാധാരണ നമ്മൾ നാട്ടിൽ പറയലുണ്ട്, ബാപ്പ മരിച്ചാൽ നിൽക്കുക കട്ടിലെടുക്കാൻ എന്ന് പറയണ പോലെ ബാപ്പ മരിക്കാൻ നിൽക്കുക മക്കൾ തമ്മിൽ കച്ചറുണ്ടാവാൻ, ബാപ്പ മരിക്കാൻ നിൽക്കുക സഹോദരന്മാർ തമ്മിൽ കച്ചറുണ്ടാകാൻ, ബാപ്പയുടെ സഹോദരങ്ങളുമായി ബാപ്പയുടെ പെങ്ങന്മാരുമായിട്ട് ഈ മക്കൾ തമ്മിൽ അകലാൻ എന്തേ തടസ്സം? ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെന്നാ. ബാപ്പ മരിച്ചാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ തമ്മിൽ അകലാൻ, തമ്മിൽ തല്ലാൻ, തമ്മിൽ കൊല്ലാം, എന്തും ചെയ്യാം. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ്. അതിലൊക്കെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളിലൊക്കെ അവർ കാണുന്ന സിനിമകൾ, അവരിടപെടുന്ന സോഷ്യൽ മീഡിയ, ഇതൊക്കെ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതൊക്കെ നമ്മൾ രക്ഷിതാക്കൾ നിയന്ത്രിക്കേണ്ട ഒരു വിഷയം. കൂടുതൽ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചപ്പോൾ അതൊക്കെ സൂചിപ്പിച്ചു പോയതാണ്. ഏതിരുന്നാലും നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ധാർമ്മികത നഷ്ടപ്പെട്ട് അധാർമികമായ പ്രവർത്തനങ്ങൾക്ക് ആരാണ് നേതൃത്വം കൊടുക്കുന്നത്? ഓല പിന്നാലെ സിന്ദാബാദ് വിളിക്കാൻ ഇഷ്ടം പോലെ ആളുകളുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അവിടെ ദീനാണ് പരിഹാരം. പടച്ച റബ്ബിന്റെ ദീനാണ് പരിഹാരം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി ഖാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. അല്ലാഹു രണ്ട് മാർഗം പഠിപ്പിച്ചു. ഒന്നെങ്കിൽ അള്ളാഹിന്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിശാചിന്റെ മാർഗം ഉള്ളത്. ആ പിശാചിന്റെ മാർഗത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. ആ മാർഗം നിങ്ങൾ പിൻപറ്റാൻ പാടില്ല കേട്ടോ. എന്തേ കാരണം അറിയോ? ഇന്നമാ യദൂ ഹിസ്ബഹു ലിയകൂന മിൻ അസ്ഹാബി സഈർ. പിശാചിന്റെ ആളുകളെ കൊണ്ടെത്തി കൊടുക്കാം, കത്തിയാളുന്ന നരകത്തിക്കാൻ. അതുകൊണ്ട് ആ പിശാചിന്റെ മാർഗം നിങ്ങൾ സ്വീകരിക്കരുത്. പിന്നുള്ള മാർഗം ഏതാ? ഇസ്ലാം ആകുന്ന ദൈവിക മാർഗമാണ്. ആ മാർഗത്തേക്ക് നിങ്ങൾ എങ്ങനെ പ്രവേശിക്കണം? ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്ത്. പരിപൂർണമായിട്ടും. പേരിനൊരു മുസ്ലിം പോരാ. പേരെന്താ? പേരനസ്, മുഹമ്മദ്, അബൂബക്കർ, സിദ്ദീഖ് പോരാ. പേരുകൊണ്ട് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂൽ പലപ്പോഴും സ്വഹാബത്തിനെ പോലും സഹാബത്തിരിക്കുന്ന സദസ്സിൽ വന്നിട്ട് അള്ളാഹിന്റെ റസൂൽ അഭിസംബോധന ചെയ്യല് വിശ്വാസം നാവ് കൊണ്ട് സ്വീകരിച്ചവരെ, കൽബിലേക്ക് ഇറങ്ങിയിട്ടില്ലാത്തവരെ എന്നാ. കൽബ് കൊണ്ട് വിശ്വാസം സ്വീകരിക്കാത്തവർ, ആ വിശ്വാസികൾ മുനാഫിക്കുകളാണ്. അവരുടെ വിശ്വാസം നിഫാഖിനാണ്. അവരുടെ വിശ്വാസം കപടതയാണ്. അങ്ങനെ ആവാൻ പാടില്ല. പരിപൂർണമായി ഇസ്ലാമിന്റെ നിയമം, ഇസ്ലാം എന്ത് പറഞ്ഞോ, ദീൻ എന്ത് പറഞ്ഞോ അവിടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതില്ലാത്തതുകൊണ്ടാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ. ആ ദീനില്ലാത്തോട്ട് പലയിടങ്ങളിലും കുടുംബ വഴക്കുകൾ, അച്ഛനും അമ്മയും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവ്, അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും, സഹോദരങ്ങൾ, സഹോദരിമാര്, കുടുംബക്കാര്, അയൽവാസികൾ, ബന്ധുക്കൾ, നാട്ടുകാരൊക്കെ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം അള്ളാഹുവിൻ്റെ ദീന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ വളർന്നു വരുന്ന സമൂഹത്തെ, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പടച്ച റബ്ബിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ പ്രേരിപ്പിക്കുക, അവരെ മതത്തിൻ്റെ വിശ്വാസികളായിക്കൊണ്ട് ജീവിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ